വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നാടൻ ചിക്കൻ പാർട്സ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ഓഫ് കോഴ്സ് വേണം. ചെറുതായി അരിഞ്ഞ 2 സവോള, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില. കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിക്കുക. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇത് പൊട്ടിച്ചെടുക്കുക. ഈ പൊട്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതിട്ട് നല്ലതുപോലെ വഴട്ടുക. വഴട്ടുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴട്ടിയെടുക്കുക. എൻ്റെ സൗണ്ടിന് മുന്നേ വീഡിയോ പോയല്ലേ, അത്രയും സ്പീഡിൽ സംസാരിക്കാൻ എന്നെക്കൊണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. അതാണ് ബാക്ക് ടു കുക്കിംഗ്. ഈ സവോള വഴട്ടുമ്പോൾ ഞാൻ അടച്ചു വെച്ച് വഴട്ടാറില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മസാല ചേർക്കലാണ്. അതിന് ഈ വഴണ്ടു വന്നിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത് എല്ലാം ഇട്ട് നമുക്ക് നല്ല രീതിക്ക് വഴട്ടിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം. പിന്നെ ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നമുക്ക് വഴട്ടിയെടുക്കാം. ഇങ്ങനെ വഴണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണക്ക് എണ്ണ തെളിയും. ഈ എണ്ണ തെളിയുമ്പോഴേക്കും നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കും നമ്മുടെ ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണ്ട. ഈ പാർട്സിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ റോസ്റ്റാണ് വെക്കുന്നത്, കറിയല്ല. അതുകൊണ്ട് ഈ വെള്ളം ഇറങ്ങി തന്നെ നമ്മുടെ പാർട്സ് വെന്തോളും. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ വേണം നമുക്ക് ചേർക്കാം. ആഴ്ചയ്ക്ക് നമ്മുടെ റോസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്നാലും ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കുരുമുളകിൻ്റെ ഫ്ലേവർ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അവസാനത്തെ ആ ഒരു ടച്ചപ്പ് അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ല രീതിക്ക് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പാർട്സ് റോസ്റ്റ് തയ്യാറായി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും അപ്പത്തിനും എല്ലാത്തിനും കോമ്പിനേഷനാണ് നമ്മുടെ ഈ റെസിപ്പി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും കൂടുതൽ റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയില്ലല്ലോ. നെക്സ്റ്റ് റെസിപ്പിയുമായി വീണ്ടും കാണാം. അപ്പം ബൈ.